ഈ കഥ തുടങ്ങുന്നത് 2019 കൊറോണ വൈറസ് എല്ലാവരുടെ ജീവിതവുമായി. കുറച്ചുപേരെ സ്വർഗത്തിക്കാക്കി, കുറച്ചുപേരെ ടേസ്റ്റ് ഇല്ലാതാക്കി, കുറച്ചുപേരെ സ്മെല്ല് അറിയാത്ത ആളാക്കി, വേറെ കുറച്ചുപേരെ ഇൻഫ്ലുവൻസേഴ്സ് ഇൻസ്റ്റാഗ്രാം ഇറിറ്റേഷൻസ്. ഇവരുടെ സയന്റിഫിക് നെയിം ഹോമോസോങ്കിയൻസ്. അതാരടാ ഹോമോസോങ്കിയൻ? ദേ ആർ മൾട്ടി സെല്ലുലർ ഓർഗാനിസം വിത്ത് ഐസെക്ഷുവൽ. ഒരു ഹോമോസോങ്കിയന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മനുഷ്യന്മാരെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ കൂടുതലായി. ആൻഡ് അവർ മിനിറ്റിൽ റീപ്രൊഡ്യൂസ് ആയിക്കൊണ്ടേ. ആൻഡ് ദേ ആർ റിയലി ത്രെറ്റ് ടു അവർ സൊസൈറ്റി. ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയും? നോ, ഇവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇവർ കുരങ്ങന്മാരുടെ ഇടയിൽ കുരങ്ങന്മാർ പോലെ തന്നെ ജീവിക്കും, ബ്രൂട്ടോനെ പോലെ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ ടു ഇവരെ തിരിച്ചറിയാം. ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവരുടെ റീച്ച് കുറയാറാകുമ്പോൾ ഇവർ ഓരോ ഇന്റർവ്യൂവിൽ വന്ന് പൊട്ടത്തരം പറയും. അപ്പോൾ ഇവരെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ ലാസ്റ്റ് ഇട്ട വീഡിയോ യൂട്യൂബ് ഇപ്പോഴൊക്കെ ആകെ റെക്കമെൻഡ് ചെയ്യുന്നത് ഷോ ഓഫ് ചെയ്യുന്നവരുടെ കണ്ടന്റ് ആണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും ആപ്പിളിന്റെ ന്യൂ പ്രൊഡക്റ്റ് ആപ്പിൾ വിഷൻ പ്രോ 256GB അൺബോക്സിംഗിലേക്ക് സ്വാഗതം. വരൂ, നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. Mind blowing, awesome, fantastic. ഞാൻ ഇത്തിരി കൂടി സുന്ദരിയാണ്, തിരിച്ചറിയൂ ഗൈസ്. ആരെങ്കിലും ദയവിത് ആ പെങ്ങളോട് പോയി സത്യം പറയണം. ഞാൻ ഇത്തിരി കൂടി സുന്ദരിയാണ്. ദയവിത് ആരെങ്കിലും ഒരു കണ്ണാടി എടുത്ത് മൊത്തം എറിഞ്ഞു കൊടുക്കുക പ്ലീസ്. ഇവരുടെ ഇന്റർവ്യൂ കാണാൻ എത്ര കഷ്ടമാണ്. എനിക്കായി ഒരുപാട് കഷ്ടമാണ് ഇവരുടെ റീൽസ് കാണാൻ. വേണ്ട ഇതുപോലെയുള്ള വീഡിയോസ് കൂടുതൽ കണ്ടുകഴിഞ്ഞാൽ ഞാൻ രാത്രി നെറ്റ് എനിക്കും. അതുകൊണ്ട് ബാക്കി നിങ്ങളുടെ ഇൻസ്റ്റ ഐഡിയിൽ പോയി കാണാം. പേര് പൊന്നു ബാബ. இந்த பேர் எவ்வளோ ക്യൂട്ടാ இருக்குல்ல. ഇത് കേരള പൊണ്ട് നാടാ, കൺഫേം ഡാം. അപ്പളെ ഫോളോ പண்றா. ഇവരുടെ ക്യൂട്ട്നെസ് കൊണ്ട് കുറെ തമിഴന്മാർ ഒലിപ്പിച്ച് വന്ന് ഇവർക്ക് 300K ഫോളോവേഴ്സ്. എന്റെ 3.5 ഇരട്ടി. തമിഴ്നാട്ടിലെ ചെക്കന്മാർക്ക് ഭയങ്കര സ്നേഹ. അവർക്ക് ഒരുപാട് സ്നേഹം വാരിക്കോരി തരാനുള്ള മനസ്സുണ്ട്. ഫാൻസ് വേണോ? ഫാൻസ് എനിക്ക് എന്റെ കാലൊന്നും തൊട്ട്. ഈ സ്പാമാണ് ശരിക്കും ആ റൈസ് ജയിച്ച്. 100 റൈസ് വെച്ച് ഇവർ തോക്കും. ഫിൽറ്റേഴ്സിനെ കുറിച്ച് കുറെ കമന്റ്സ് ചെയ്തു. ഇപ്പൊ പിന്നെ ഫിൽറ്റർ ഇടുന്നില്ല. അപ്പൊ ചേച്ചിമാര് പറഞ്ഞു വരുന്നത് ഇത് നാച്ചുറൽ ബൂട്ടിയാണ്, ഫിൽറ്റർ അല്ല എന്നാണ്. നാച്ചുറൽ ബൂട്ടിയിൽ നാച്ചുറിനടക്കം പുട്ടി അടിച്ച പോലെ ഇരിക്കുന്നത് എന്താണ് ചേച്ചി? ഇവരെന്ന് ഫിൽറ്റർ ഇല്ലാണ്ട് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യണോ അന്ന് ഈ ലോകം അവസാനിക്കും. ഒട്ടുമിക്ക ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ തന്നെയാണ്. അവരുടെ തന്തയെ ചിലപ്പോൾ അവർ മാറ്റി പറയായിരിക്കും, പക്ഷെ അവർ ഫിൽറ്റർ ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും സമ്മതിക്കില്ല. പാട്ടൊക്കെ റിക്വസ്റ്റിൽ വന്ന് വെറുതെ ഇരുന്ന് പാട്ട് പാടും. ചേച്ചി അത് പാട്ടല്ല, മലയാളികൾ തമിഴിൽ തെറി പറയുന്നതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഇൻസ്റ്റാഗ്രാം മോഡൽസിന് എന്തുകൊണ്ടാണ് ഇത്രയും വിവരമില്ലാത്തത്? അവര് 3 മണിക്കൂർ കഷ്ടപ്പെട്ട് പുട്ടി അടിച്ച് മേക്കപ്പ് ഒക്കെ വാരി തേച്ച് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയും മേക്കപ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ശരി ചേച്ചി, ഞങ്ങള് പിന്നെ പൊട്ടന്മാരാണല്ലോ. മേക്കപ്പ് എന്നാണ് എനിക്ക് മേക്കപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഈ കാട്ടിക്കൂട്ടി എന്തെങ്കിലും ഒക്കെ അല്ല. ഇവര് മേക്കപ്പ് ഇട്ടിട്ട് പറയും മേക്കപ്പ് ഇടാറേ ഇല്ല എന്ന്. ഇവർ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പറയും ലിപ്സ്റ്റിക് എന്താണെന്നും കൂടി അറിയില്ല എന്ന്. ലിപ്സ്റ്റിക് അവളെ പിടിക്കുന്നത് കിടയാത്. ഇവര് നോ ഫിൽറ്റർ ഇട്ടേ ഇല്ല എന്ന് ക്യാപ്ഷനിൽ കൊടുക്കുന്നിട്ട് അതേ വീഡിയോയിൽ ഫിൽറ്റർ ഇട്ടിട്ടുണ്ടാവും. ഇവരാണ് ഇൻസ്റ്റാഗ്രാം ഇറിറ്റേഷൻ, സയന്റിഫിക് നെയിം ഹോമോസോങ്കിയൻസ്. ഇവരുടെ ജീവിതം തന്നെ വലിയൊരു നുണയാണ്. ആളുകൾ റിലാക്സ് ആവാൻ വേണ്ടി ബീച്ചിൽ പോകും, ഇവര് റിലാക്സ് ആവാൻ വേണ്ടി മരുഭൂമിയിൽ പോകും. ഇവര് ഇലക്ട്രിക് സ്കൂട്ടറിൽ തുളയിട്ട് പെട്രോൾ അടിക്കും. ഇവര് സൺസ്ക്രീൻ തേച്ച് സ്വിമ്മിംഗ് പൂളിൽ ചാടും. ഇവര് മയോണൈസ് ഇല്ലാണ്ട് മന്തി കഴിക്കും. തുറന്ന ഫാൻസ് മാത്രമേ ഉള്ളൂ. ചേച്ചി ഫുൾ സപ്പോർട്ട് ലേഡി സൂപ്പർ സ്റ്റാർസ് ഒക്കെ. സൂപ്പർ സ്റ്റാർ നീ കമന്റില് ഫുൾ നെഗറ്റീവ് ആണ്. പക്ഷെ DM തുറക്കാനേ പറ്റില്ല. എല്ലാ ദിവസവും ചെറുപ്രാന്ന് DM വരുന്നുണ്ട്. അതിപ്പോ DM ഞങ്ങൾക്ക് തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ കമന്റ് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. ചേച്ചിയുടെ മൂക്ക് കയറണപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി ലേഡി സൂപ്പർ സ്റ്റാർ ആണെന്ന്. അതിൽ ഫുള്ള് ഫാൻസ് ആണ്, ഫുൾ സപ്പോർട്ടാണ്. സൂപ്പർ സ്റ്റാർ എന്ന് ക്ലെയിം ചെയ്യുന്ന ഈ പ്രിഡേറ്റർ കഴിഞ്ഞ വയസ്സത്തെ ബിഗ് ബോസിലടക്കം ഉണ്ടായിരുന്നു. ഞാൻ എവിടെയും കണ്ടൊന്നുമില്ല. എന്റെ വീട്ടിലെ മൂപ്പന്മാരുടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞതാണ്. അതിൽ ഫുള്ള് ഫാൻസ് ആണ്, ഫുൾ സപ്പോർട്ടാണ്. ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ്. കമന്റ് ബോക്സിൽ ഫുള്ള് തെറിയാണ്, DM-ല് ഫുള്ള് സപ്പോർട്ടാണ്. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ്റുമോ മൂക്കയർ ചേച്ചി എന്ന് നമ്മുടെ ഇന്റർവ്യൂവർ ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചാൽ ഫോൺ നോക്കേണ്ടി വരുന്നു എന്തായാലും. ഒരു മിനിറ്റ്. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ആള്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു 1/2 മണിക്കൂർ
താങ്ക്സ് അണ്ണ, അത്രയും നേരം പ്രിഡേറ്റർ വായടച്ചെങ്കിൽ ഇരുന്നല്ലോ. ഇവരുടെ അടുത്തൊരു മെയിൻ പ്രശ്നമാണ്, ഇവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ആരും ഇവർക്ക് ചാൻസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇവർ ഓരോ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഓരോ നടിമാരുടെ പോലെയാണ് ഞാനെന്ന് സ്വയം ക്ലെയിം ചെയ്യും. ചില ആളുകൾ എന്ന് പറയും സൂര്യനെ വിജയനെ പോലെ ഞങ്ങളുടെ ഫ്ലെക്സ് ഒക്കെ തമിഴ്നാട്ടിൽ വെക്കുന്നത്. കമല ശശി ഓരോ പ്രാവശ്യം വായ തുറക്കുമ്പോൾ അതെനിക്കൊരു സാലറി പാക്കേജ് പോലെ. സത്യം ഞാൻ പറഞ്ഞത്, തമിഴ്നാട്ടിലൊരു വീട്ടിൽ ആരും കണ്ണ് കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഫ്ലെക്സ് അടിച്ച ഒരു കോലം വെച്ചിട്ടുണ്ട്. അതിന് ഇവർ ഫാൻസ് വെച്ചാണെന്ന് പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂലൊക്കെ വന്ന് പ്രൗഡായിട്ട് പറഞ്ഞു നടക്കും. അതിപ്പോ ആ കോലം സൂര്യന്റെ വിജയന്റെ ഫ്ലെക്സിന്റെ അടുത്തോ വല്ലതും കൊണ്ട് വെച്ചാണെങ്കിൽ അടുത്ത സിനിമയിൽ ഇവരാണ് നായിക എന്ന് പറഞ്ഞിട്ട് ഇവർ ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞു നടക്കും. ഭാഗ്യത്തിന് അത് ഇതുവരെ സംഭവിച്ചിട്ട്. കോമഡി എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു ഉദ്ഘാടനത്തെ വിളിക്കുന്നതിന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇവർക്കായിരിക്കും. പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ടാലന്റ് ഉള്ള ആളുകളൊക്കെയാണ് ഉദ്ഘാടനത്തിന് വിളിക്കുക. പക്ഷെ ഇന്നത്തെ കാലത്ത് ടിക്ടോക്കിൽ കിടന്ന് മുക്കുന്നതാണ് ടാലന്റ്. പണ്ടിങ്ങനെ മുക്കിയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകളും ഇന്ന് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഈ ഐശ്വര്യ റായ് ഇതുകൊണ്ട് എല്ലാരും പറഞ്ഞല്ലോ അപ്പത്തേക്ക് അതിന് വേണ്ടിട്ട് എന്താണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഐശ്വര്യ റായോ ദൈവമേ, ഐശ്വര്യ റായ് ഇത് കേട്ട് കഴിഞ്ഞ് പറഞ്ഞ ചെരിപ്പൂരി അടിക്കും. ഇവർക്ക് കേരളത്തിലുള്ള ആരും പറ്റിയില്ല കമ്പയർ ചെയ്യാൻ, ഇവർക്ക് ഇന്റർനാഷണൽ സ്റ്റഫിന് തന്നെ പോകണം. ഐശ്വര്യ റായ് പിന്നെ നയൻതാര, തൃഷ, ഈ ഇവരുടെ മൂന്നുപേരുടെയും ഫേസ് കട്ട് ഉണ്ട്, അങ്ങനെയൊക്കെ കുറെ പറഞ്ഞു. ദൈവമേ, ഇനി ആരെങ്കിലും ഉണ്ടോ കമ്പയർ ചെയ്യാനായിട്ട്? എന്നാ പിന്നെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് മിസ് വേൾഡ് ആയിട്ട് ഈ ചേച്ചിനെ തന്നെ അങ്ങനെ പ്രഖ്യാപിച്ചു. ഇവരൊക്കെയാണ് ഈ ലോകത്ത് റാണിമാരെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കെല്ലാം അറിയില്ല ഇവരൊക്കെ എത്ര പോകിമാരാണെന്ന്. ഐശ്വര്യ റായിനെ പോലെ ഉണ്ടെന്ന് പോലെ. ഇത് കേട്ടു എന്ന് പറഞ്ഞാൽ സൽമാൻ ഖാൻ കാർ ഇടിച്ച് വന്നു പോലും. ഇത്രയും സിനിമ നടിമാരെ ഒരുമിച്ച് കമ്പയർ ചെയ്യുന്നത് ആറാട്ടന്റെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ചേച്ചിയെ ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ആറാട്ടണ്ണുമായിട്ടാണ്. വേണ്ട, ആറാട്ടണ്ണന് അതൊരു ഇൻസൾട്ട് ആവും. ആറാട്ടണ്ണം പേടിക്കണ്ട, എല്ലാവർക്കും ദൈവം ഒരാളെ തരും. ആറാട്ടണ്ണൻ അത് തെറാപ്പിസ്റ്റ് ആണ്, വേഗം പോയി കണ്ടോ. പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുക, അങ്ങനത്തെ ഒരുപാട് വിഷം ഇറക്കല്ല ഉണ്ടാണ്. ഇതൊക്കെ പറഞ്ഞ എന്റെ അമ്മൂമ്മ പണ്ട് എന്നെ കുറെ പറ്റിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായത് ഒരു കടി പോരാന്ന് പറഞ്ഞിട്ട് വീണ്ടും അതേ പാമ്പിനെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു കടിയും കൂടി കടിപ്പിക്കുക. ബ്ലണ്ടറാണ്. ഈ നടിമാരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായത്. ചേച്ചി വല്ലത് അറിഞ്ഞോ? ഇത് 2024 ഇതൊക്കെ ഇന്റർവ്യൂ ഒന്ന് പറയുന്ന ധൈര്യം കണ്ടില്ല. അതും ഷൈൻ ടോം ചോക്കിന്റെ കൂടെ ഒക്കെ വന്നിട്ട് ഇതൊക്കെ സമ്മതിക്കണം. പുള്ളിയാണെങ്കിൽ ഭൂമി ഉരുണ്ടതാണെന്ന് കൂടി ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. കുറച്ചു ദിവസം മുമ്പ് വേറൊരു നടി ഈ സ്വാമിമാരൊക്കെ ഇന്റേണൽ ഓർഗൻസ് പുറത്തിട്ട് ക്ലീൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില വലിയ സന്യാസിമാരൊക്കെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്ത് പുറത്തിട്ട് ക്ലീൻ ചെയ്യും. സത്യം പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാനും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുക. അപ്പോൾ കഴിച്ച എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോന് ലൈക്ക് ടാർഗറ്റാണ് 20K അല്ലേ ഗൈസ്, പ്ലീസ് ഒന്ന് തന്നൂടെ. പിന്നെ ലാസ്റ്റത്തെ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ. എൻ്റെ ഒരു കമ്പ്യൂട്ടർ നീ വൈറസൊക്കെ ആദ്യം ഡിലീറ്റ് ചെയ്ത് കളയണം.